ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് SSLC മാത്സിലെ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അസേർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ on a dice is 1/2. then ഇവിടെ റീസൺ കൊടുത്തിട്ടുള്ളത് ഈവൻ നമ്പർ on a die are 2, 4 and 6. ഓപ്ഷൻ ആൻസറിൽ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷന് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ ബി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ സി ക്വസ്റ്റ്യൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അപ്പോൾ ആദ്യത്തെ അസേർഷൻ നമുക്കിവിടെ നോക്കാം. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓൺ എ ഡൈസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു കേസാണ്. അതായത് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കമാണ്. ഒരു പ്രോബബിലിറ്റി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡൈസിൽ ടോട്ടൽ എത്ര ഫേസ് ആണെന്നുള്ളത് 6 ഫേസ് ആണെന്നുള്ളത്. അതിൽ 1 to 6 അതായത് 1 മുതൽ 6 വരെയുള്ള ഡോട്ട്സ്, ആ നമ്പേഴ്സിൻ്റെ ഡോട്ട്സ് ആയിട്ടാണ് ഡൈസിലുള്ളത്. ഇപ്പം നമുക്കറിയാം 1 മുതൽ 6 വരെ നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഈവൻ നമ്പേഴ്സ് കിട്ടുന്നത് 2ഉം 4ഉം 6ഉം ആണ്. ടോട്ടൽ 3 ഈവൻ നമ്പേഴ്സാണ് അവിടെ കിട്ടുന്നുള്ളത്. അതേപോലെ തന്നെ ടോട്ടൽ അവിടെ നമുക്കുള്ളത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/6 ആണ്. 3/6നെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് നമുക്ക് മാറ്റിയാൽ കിട്ടുന്ന ആൻസർ 1/2 ആണ്. അപ്പോൾ അത് ഒന്നാമത്തെ അസേർഷൻ ക്ലിയർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ റീസണും ക്ലിയർ ആണ്. അപ്പോൾ നമുക്കവിടെ എന്താ ആൻസർ കിട്ടുക? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ നമുക്ക് ആൻസറായിട്ട് വരാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 2 ബ്ലൂ ബോൾസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലൂ ബോൾ? ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ്. ഇവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 3 + 2 5 ആണ്. നമ്മളോട് ചോദിച്ചത് ബ്ലൂ ബോളിൻ്റെ പ്രോബബിലിറ്റി ആണ്. ഇവിടെ നമ്പർ ഓഫ് ബ്ലൂ ബോൾ 2 ആണ്. അപ്പോൾ നമുക്ക് എന്താ പ്രോബബിലിറ്റി കിട്ടുക? 2/5. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് 2/5. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. അസേർഷൻ ഗിവൺ ആണ് ദ സീക്വൻസ് 5 5 5 5 ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതായത് അരിത്തമെറ്റിക് സീക്വൻസ്. അതിൻ്റെ റീസൺ പറയാം ദ കോമൺ ഡിഫറൻസ് ഈസ് 0. നമുക്കറിയാവുന്ന ഒരു കേസാണ് ഒരു സീക്വൻസ് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു കോമൺ ഡിഫറൻസ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 5 - 5 എന്താ ഇവിടെ കിട്ടുക? 0 ആണ്. അപ്പോൾ അതെന്താണ് ആൻസറായിട്ട് വരിക? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് 0 ആണ്. അതെന്താണെന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇഫ് ദ 9th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3 + 2n, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾക്കും മിസ്റ്റേക്ക് പറ്റിയ ഒരു ക്വസ്റ്റ്യനാണിത്. 3 + 2n നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അതായത് ആൽജിബ്ര എന്ന് പറയുന്നത് an+b ആണ്. ആ ഫോമിലാണ് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ആൽജിബ്ര എഴുതുക. ഇവരിവിടെ ശരിക്കും ഒന്ന് തിരിച്ചെഴുതിയാണ് ക്വസ്റ്റ്യൻ കൺഫ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിരിച്ചെഴുതിയിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്ക്
എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 2n+3 എന്ന് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു ഫോമിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എങ്കിൽ എന്നിൻ്റെ കോയഫിഷ്യൻ്റ് എന്താണോ അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പല കുട്ടികളും ഇതിൻ്റെ ആൻസർ എഴുതിയത് 3 ആണ്. കാരണം എ എന്ന് പറയുന്നത് 3 എന്ന് വിചാരിച്ചിട്ടാണ് ആൻസർ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ആൻസർ നമുക്ക് വരാം 2 ആണ്. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇങ്ങനെ an+bൻ്റെ ഫോമിൽ നമുക്കൊരു ആൽജിബ്ര ഗിവൺ ആണെങ്കിൽ എന്നിൻ്റെ കോയഫിഷ്യൻ്റ് എന്താണോ അതാണ് നമ്മളെ കോമൺ ഡിഫറൻസ്. അതായത് ഇവിടെ ആൻസർ വരാം 2 ആണ്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം നോക്കാം. എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഷോൺ. ക്വസ്റ്റ്യന് ഫൈൻഡ് ദ പ്രോബബിലിറ്റി to put a dot in the shaded portion and അൺഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ പകുതി പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻസും ഉണ്ട്. നമ്മൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക എന്താണ്? ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ, അതായത് ടോട്ടൽ ഏരിയ എന്താണോ ഏരിയ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഏരിയ എന്താണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണ്. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ഹെക്സഗണിനെ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഷെയ്ഡഡ് പോർഷനെ മാത്രം നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ, എല്ലായിടത്തേക്കും ഒരു ഡയഗണൽ വരച്ചു കൊടുത്താൽ അതെന്തായിട്ട് മാറും? 6 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് മാറും. അതേസമയം ഈ പുറത്തും കൂടി എന്തുണ്ട്? 6 ഈക്വലാറ്ററൽ ട്രയാങ്കിളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ എത്ര ട്രയാങ്കിൾ കിട്ടി? 12 ട്രയാങ്കിൾ നമുക്കവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ ഔട്ട്കം നമുക്കവിടെ വന്നത് 12 ആണ്. ഷെയ്ഡഡ് പാർട്ട് വന്നത് 6 ആണ്. അപ്പോൾ ഷെയ്ഡഡ് പോർഷന് ഡോട്ട് ഷെയ്ഡഡ് പോർഷൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/12 ആണ്. 6/12നെ ഷോർട്ടസ്റ്റ് ഫോമാക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 ആണ്. ഇനി അൺഷെയ്ഡഡ് പോർഷനോ? അൺഷെയ്ഡഡ് പോർഷനും സെയിം ആണ്. എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്? 6 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി 6/12 തന്നെയാണ് അത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? അതായത് ഷെയ്ഡഡ് പോർഷനിലേക്കുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2. അതേപോലെ തന്നെയാണ് അൺഷെയ്ഡഡ് പോർഷനിലേക്കും വരാം. 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ജു ഹാസ് 3 colored ornaments: green, red and blue earrings and chain. First question, how many ways she can wear the ornaments? Then B question, what is the probability of wearing ornaments of same color? Then C question, what is the probability of wearing the ornaments of different color? അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 ഇയറിങ്സും 3 ഡിഫറെൻറ്റ് കളർ ചെയിനും. അതായത് 3 ഇയറിങ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ. അതേപോലെ 3 ചെയിൻ എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വേസ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഹൗ മെനി വേസ് എന്നാണ്. ടോട്ടൽ വേസ് എന്ന് പറയുന്നത് 3 × 3 ഈക്വൽ 9 വേസ് ആണ് ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടുക. ഇനി ബി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വിയറിങ് ഓഫ് സെയിം കളർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ നമുക്കിവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 9 എങ്ങനെയാണ് നമുക്ക് 9 പേഴ്സ് കിട്ടുക? അതായത് ആദ്യം നമ്മൾ ഈ റെഡിനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഇതാ റെഡ് ഇൻറ്റു റെഡ്, റെഡ് ഇൻറ്റു ഗ്രീന്, റെഡ് ഇൻറ്റു ബ്ലൂ. അപ്പോൾ 3 പേഴ്സായി. നെക്സ്റ്റ് ഗ്രീൻ ഇൻറ്റു റെഡ്, ഗ്രീൻ ഇൻറ്റു ഗ്രീന്, ഗ്രീൻ ഇൻറ്റു ബ്ലൂ, 6 പേഴ്സായി. ദെൻ ബ്ലൂ റെഡ്, ബ്ലൂ ഗ്രീന്, ബ്ലൂ ബ്ലൂ. അങ്ങനെയാണ് നമുക്ക് 9 പേഴ്സ് കിട്ടുക. ജസ്റ്റ് ഒന്നും കൂടി നോക്കുക. റെഡ് റെഡ്, റെഡ് ഗ്രീന്, റെഡ് ബ്ലൂ. നെക്സ്റ്റ് ഗ്രീൻ റെഡ്, ഗ്രീൻ ഗ്രീന്, ഗ്രീൻ ബ്ലൂ. നെക്സ്റ്റ് ബ്ലൂ റെഡ്, ബ്ലൂ ഗ്രീന്, ബ്ലൂ
ബ്ലൂ. അപ്പോൾ നമുക്കിവിടെ സെയിം ആയിട്ട് ഏതൊക്കെയാണ് വരിക? റെഡ് ഗ്രീന് ബ്ലൂ. അപ്പോൾ ടോട്ടൽ എത്ര പേഴ്സ് ഇവിടെ കിട്ടി? 3 പേഴ്സാണ് കിട്ടിയത്. അപ്പോൾ ഫേവറബിൾ എന്ന് പറയുന്നത് 3 ആണ്, ടോട്ടൽ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/9 ഒന്നുകൂടി നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമുല ആക്കിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1/3. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വിയറിങ് ദ ഓർണമെൻറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് കളർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ ഇവിടെ 9 ആണുള്ളത്. അതിൽ 3 സെയിം കളറായാൽ ബാക്കി 6 എന്തായിരിക്കും? ഡിഫറെൻറ്റ് കളറായിരിക്കും. അപ്പോൾ അവിടെ എന്താ പ്രോബബിലിറ്റി വരിക? 6/9 ആണ്. അത് ഓൾസോ ഈക്വൽ എന്താ നമുക്ക് കിട്ടുക? 2/3. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഇതിൽ എ ക്വസ്റ്റ്യൻ എന്താ വന്നത്? എ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹൗ മെനി വേസ് ഷീ ക്യാൻ വിയർ ദ ഓർണമെൻറ്റ്സ്. എത്ര വേസ് ആണ്? 9 വേസ് ആണ്. എന്താ ബി ക്വസ്റ്റ്യൻ വന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വിയറിങ് ഓർണമെൻറ്റ്സ് ഓഫ് ദ സെയിം കളർ. എത്ര കിട്ടിയത്? 3/9 ആണ്. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/3. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വിയറിങ് ദ ഓർണമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ 9 ടോട്ടൽ ഉണ്ടായിരുന്നു, അതിൽ 3 സെയിം കളറായി, ബാക്കി 6 എന്തായിരുന്നു? ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ 6/9 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ 2/3. അപ്പോൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 7ാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.